ഇവിടം വരെ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇമാതിരി പണി കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ മലമൊത്തം വലിഞ്ഞേറി കൊട്ടാരത്തിന് മുന്നിൽ എത്തിയപ്പോഴാണ് ദേ പോണ് 2 മിനി വാൻസ്. അപ്പാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്, ആഹാ ഇവിടം വരെ വണ്ടി വരില്ലേന്ന്. അത് പോട്ടെ, എന്റെ മണ്ടത്തരം ക്ഷമിക്കാം. പക്ഷെ കിട്ടിയ പണി ഇതല്ല. അവിടെ പോയി കൊട്ടാരത്തിനുള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് എടുത്ത് ഗേറ്റിന്റെ മുന്നിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ 10 മിനിറ്റിനുള്ളിൽ ഗൈഡ് വരുന്നു പറഞ്ഞു. പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് ഗൈഡ് വന്നു. ബൈ ദ ബൈ, ഞാൻ ഈ കൊട്ടാരത്തിന്റെ പേര് പറയാൻ മറന്നു. ഈ കൊട്ടാരത്തിന്റെ പേരാണ് കൊഹേം കാസിൽ. സത്യത്തിൽ ഈ കൊട്ടാരം വലിയൊരു സംഭവമാണ്. വർഷം 1000 ഉണ്ടാക്കി വെച്ച കൊട്ടാരമാണിത്. അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാനൊരു പൊളി പൊളിക്കുന്നു പറഞ്ഞ് കൊട്ടാരത്തിനുള്ളിൽ കയറാൻ നിൽക്കുമ്പോഴാണ് ഗൈഡ് ആ സത്യം പറഞ്ഞത്. പൊന്നു മക്കളെ, നിങ്ങൾക്ക് കൊട്ടാരത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, വേണമെങ്കിൽ കുറച്ച് ഫോട്ടോ എടുത്തു തന്നു. ഈ കൊട്ടാരം വെച്ച് യൂട്യൂബിൽ നല്ലൊരു വ്ളോഗ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് പോയ ഞാൻ ആരായി. അങ്ങനെ കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിൽ ബാൽക്കണിയിൽ പോയപ്പോ മാത്രം വീഡിയോ എടുക്കാൻ പറ്റി. ഈ കാണുന്ന പുഴയാണ് ഈ കൊട്ടാരം ഇവിടെ വരാനുള്ള മെയിൻ കാരണം. ഈ പുഴയെ കൂടെ ആയിരുന്നു പണ്ട് കാലത്ത് മെയിൻ ആയിട്ട് ചരക്ക് ഗതാഗതം നടന്നിരുന്നത്. ഭാഗ്യം അതെങ്കിലും എടുക്കാൻ പറ്റില്ലോ, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ജർമ്മനി യാത്രയിൽ എന്റെ 2ാമത്തെ ദിവസം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ അടുത്ത വീഡിയോയില് ഒരു കിടിലൻ സംഭവം തന്നെ കാണാനുണ്ട്.